നമസ്കാരം സുഹൃത്തുക്കളെ, PSC വിന്നറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PSC പുതിയ നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ 84 പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷകളാണ് PSC ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്റ്റേറ്റ് വൈഡ് ജനറൽ അതിൽ വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് സ്റ്റേറ്റ് വൈഡ് ജനറലിൽ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻസാണ്. അപ്പോൾ അതിൽ കൂടുതലും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ടുള്ളതാണ്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വരുന്നതാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ സർജിക്കൽ ഗാസ്ട്രോ എൻട്രോളജി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ അനാറ്റമി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ജെനൈറ്റോ യൂറിനറി സർജറി, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ മെഡിക്കൽ ഓൺകോളജി, പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അപ്പം ഈ 007/2025 മുതൽ 010/2025 വരെയുള്ളതെല്ലാം തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികകളാണ് കേട്ടോ. അപ്പോൾ അതിന് ആ പ്രിഫർ ചെയ്തേക്കുന്ന ആ മെഡിക്കൽ ഡിഗ്രീസ് തന്നെ വേണം. അതുള്ളവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. 011/2025. അപ്പോൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിലാണെങ്കിൽ MSc ക്ലിനിക്കൽ സൈക്കോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ MA സൈക്കോളജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. MSc സൈക്കോളജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വരുന്ന അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ച് അസിസ്റ്റൻ്റ് ആണ് കേട്ടോ. റിസർച്ച് അസിസ്റ്റൻ്റ് മൈക്രോബയോളജി. അപ്പോൾ അത് MSc മൈക്രോബയോളജി ആയിരിക്കും അതിൻ്റെ. നോക്കട്ടെ, അതെ, MSc മൈക്രോബയോളജിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത്. പിന്നുള്ളത് ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡറാണ്. 013/2025 ജൂനിയർ ഇൻസ്ട്രക്ടർ. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ITI ആയിരിക്കാം. അതെ, 10th ലെവൽ NTC. അപ്പോൾ പോളിടെക്നിക്ക്. അപ്പോൾ ഈ യോഗ്യതയുള്ളവർക്കിത് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ സാലറിയൊക്കെ എത്ര വരുമെന്ന് നോക്കാം. വെൽഡറിൻ്റെ 37,400 രൂപ മുതൽ 79,000 രൂപ വരെയാണ് സാലറി വരുന്നത് കേട്ടോ, സാലറി സ്കെയില്. ഇനി നമുക്ക് ഉള്ള അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ, പ്ലംബറിൻ്റെയാണ് കേട്ടോ. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ. ഇപ്പോൾ പോളിടെക്നിക്ക് ഡിപ്ലോമ. അപ്പോൾ അതാണ് അതിൻ്റെ യോഗ്യത. പിന്നെ വരുന്നത് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് മെഷീൻ ഓപ്പറേറ്റർ. അപ്പോൾ അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് 10th ലെവലും പോളിടെക്നിക് ഡിപ്ലോമയുമാണ് കേട്ടോ. അല്ലെ 10th ലെവൽ KGTE, അല്ലെങ്കിൽ 10th ലെവൽ MGTE, അല്ലെങ്കിൽ 10th ലെവലും VHSCയും. അടുത്തതായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റ് ആണ്, SBCID. അപ്പോൾ അത് കേരള പോലീസിലേക്ക് ഉള്ള ഒരു ജോലിയാണ്. ഇതിനെ പ്രത്യേകം പറയാൻ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഫിസിക്കലൊന്നുമില്ല കേട്ടോ. ഇത് ഓഫീസ് ജോലി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എന്താണ് യോഗ്യത എന്ന് വെച്ചാൽ ഡിഗ്രിയാണ് SBCIDക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. അപ്പോൾ 31,100 മുതൽ 66,800 വരെയാണ് സാലറി സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തിക നേഴ്സ് ഗ്രേഡ് 2 ആണ്. അപ്പോൾ അതിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് 10th ലെവലും DIP ഇൻ നേഴ്സിങ്ങും. ഇനിയുള്ളത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ്. അപ്പോൾ ഇതിന് KGTE ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും 12th ക്ലാസ്സും. അപ്പോൾ KGTE ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ്, KGTE ഷോർട്ട് ഹാൻഡ് മലയാളം, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം, അല്ലെങ്കിൽ KGTE ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, KGTE കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഇംഗ്ലീഷ്, KGTE ടൈപ്പ് റൈറ്റിംഗ് മലയാളം, KGTE ഷോർട്ട് ഹാൻഡ് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ KGTE ഷോർട്ട് ഹാൻഡ് മലയാളം. അപ്പോൾ ഈ യോഗ്യതകളുള്ളവർക്കിത് അപേക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്കുള്ളത് വാച്ച്മാനാണ് കേട്ടോ. വാച്ച്മാൻ
അപ്പോൾ വാച്ച്മാൻ്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ സൈക്ലിംഗ് അറിയണം, പിന്നെ 7ാം ക്ലാസ് പാസ്സായിരിക്കണം, അതാണ് യോഗ്യത. പിന്നെ ഒറ്റ വേക്കൻസിയാണ് കേട്ടോ. 16,500 മുതൽ 37,500 വരെയാണ് സാലറി സ്കെയിൽ പറയുന്നത്. പിന്നെ ഒറ്റ വേക്കൻസി വേണം. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറലിനകത്ത് വന്നിരിക്കുന്നത്.